ഓക്കെ, ഇന്നലെ പഠിക്കാൻ പറഞ്ഞ ചാപ്റ്റർ എല്ലാവരും പഠിച്ചോ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. എല്ലാവരും കൂടെ ഒന്നിച്ച് കൂട്ടത്തിൽ പാടണ്ട. ഞാൻ ചോദിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അഞ്ചു പറഞ്ഞേ, വാട്ട് ഈസ് മൈക്രോ എക്കണോമിക്സ്? അറിയത്തില്ല. ശീതൾ അവിടെ അറിയത്തില്ല. പിന്നെ എന്താണ് നിങ്ങൾ പഠിച്ചത്? ആർക്കെങ്കിലും അറിയാവോ? അറിയാവുന്നവരെന്ന് പറഞ്ഞേ. എല്ലാം കണക്കാ. ഒന്നും പഠിക്കാതെ പുസ്തകം അടച്ചു വെച്ചിട്ട് വന്ന്. നിങ്ങൾക്ക് ഈ ഫീസും തന്നെ വീട്ടുകാർ എന്തിനാ ഇങ്ങോട്ട് വിടുന്നത്? പഠിക്കാനല്ലയോ? അപ്പൊ പഠിക്കാതിരുന്ന എങ്ങനെയാ ശരിയാവുന്നത്? മക്കളെ, നിങ്ങളുടെ അച്ഛനും അമ്മയും രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് ജീവിതത്തിൽ വേണമെങ്കിൽ നിങ്ങൾ പഠിക്കണം. അവരുടെ കഷ്ടപ്പാട് കണ്ടുകൊണ്ട് വേണം മക്കളെ പഠിക്കാനായിട്ട്. കേട്ടോ? ഇത്തവണത്തേക്ക് ഞാൻ അടിയും എംപോസിഷനും ഒന്നും തരുന്നില്ല. ഇനി ആവർത്തിക്കരുത്. കേട്ടല്ലോ? സൈലൻസ്. എന്താ പിള്ളേരെ ഇത് ക്ലാസ് റൂം ഒന്ന് ചന്തയോ? ഇതുപോലൊരു വേസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ എന്റെ എന്താ പറയാ ഇത്ര എനിക്ക് കരിയർ ലൈഫ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴത്തെ സയൻസ് ബാച്ചിനെ കണ്ടു പഠിക്കണോ? രാവിലെ മുതൽ എന്തുമായിട്ട് ഇതിനുമാത്രം പറയാനുള്ളത്? പറച്ചിൽ മാത്രമല്ല, അക്ഷരം പഠിക്കത്തില്ല. ഒറ്റയാണ്. ഗുഡ് മോർണിംഗ്. എന്ത് നല്ല പിള്ളേർ. നിങ്ങളെ കണ്ടു വേണം ആ കൊമേഴ്സ് ബാച്ചിലെ പിള്ളേർ പഠിക്കാൻ. ഫ്രണ്ടിൽ കൂടെ വരാൻ പറ്റത്തില്ല. എന്തൊരു അലപ്പാറുണ്ടായത്. എക്സാമിനൊക്കെ എല്ലാവരും പ്രിപ്പയർ ചെയ്തോ? ആണോ? നിങ്ങൾ എന്നാ ബാക്കിയോടെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ലക്ഷ്മി ടീച്ചറെ. എന്താ ടീച്ചറെ? എന്റെ ടീച്ചറെ, ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ കൂടെ പോകാൻ പറ്റും. പിള്ളേർ എന്തൊരു ബഹളമായത്. എന്റെ പിള്ളേരും അതുപോലെ തന്നെ വന്നേക്കും. അവർ പഠിക്കാൻ വന്നതാ. പിള്ളേർക്കാണെങ്കിൽ പഠിക്കാൻ വരാൻ പറ്റുന്നുണ്ടോ? അവിടെ ആണെങ്കിൽ എപ്പോഴും ബഹളവും പറച്ചില്ല. പക്ഷെ കൊച്ചു പിള്ളേരല്ലയോ? ഈ കൊച്ചു പിള്ളേരോ? ഈ പ്ലസ് വണ്ണില്ല. ഒന്നാമത് അറിയത്തില്ല. പോത്തുപോലെ വളർന്ന പിള്ളേരല്ലേ? ഓക്കെ ടീച്ചറെ, സോറി ഞാനത് സോറി. ടീച്ചറെ, പിള്ളേർ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? ഉണ്ട്, പിള്ളേർ ചെയ്യുന്നുണ്ട്. എവിടാ? ഞാൻ എന്റെ പിള്ളേരെ കണ്ടുപോയി. അവർ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. അവരും അത്യാവശ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങളൊന്നും കാണുന്നില്ല അല്ലയോ ടീച്ചറെ? അവരവരുടെ ആവശ്യത്തിനൊക്കെ ചെയ്യുന്നുണ്ടെന്നേ. കണ്ടറിയാം. നമുക്കറിയാം ആർക്ക് കിട്ടുമെന്ന്. നമുക്ക് നോക്കാം. ഇതൊരു കോമ്പറ്റീഷൻ അല്ലയോ? നമുക്ക് ആ ഒരു സ്റ്റെപ്പിൽ കണ്ടാൽ പോരായോ? വരും. പൊതുവെ ഒരു പറച്ചിലുണ്ട്. സയൻസുകാർക്കെല്ലാം കൊമേഴ്സിനൊന്നും ഇല്ല, പിള്ളേരും എല്ലാം കണക്കാ. അതൊരു പറച്ചില്ലല്ലോ ടീച്ചറെ. ഏത് നിമിഷം വേണേലും അതൊക്കെ മാറല്ലോ. ഇതുവരെ ആ ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലയോ ടീച്ചറെ? എന്നാ ടീച്ചർ ചലഞ്ച് ചെയ്തു. ഇപ്രാവശ്യം എന്റെ പിള്ളേര് തന്നെ വിൻ ചെയ്തിരിക്കും. ഓക്കെ. ടീച്ചർ ഇത് എഴുതി വെച്ചോ. എന്റെ പിള്ളേരായിരിക്കും ഇത്തവണ യൂത്ത് ഫെസ്റ്റിവലിന് വിൻ ചെയ്യുന്നത്. കാണാം. കഴിഞ്ഞു എല്ലാവരുടെയും സംസാരം? യൂത്ത് ഫെസ്റ്റിവലിന് എല്ലാവരും നിയമത്തിൽ പേര് കൊടുത്തിട്ടുണ്ടല്ലോ ഓരോരോ പ്രോഗ്രാമിന് പങ്കെടുക്കാനായിട്ട്. എത്ര പേര് പ്രാക്ടീസ് ചെയ്തു? നിങ്ങൾ സയൻസ് ബാച്ചിലോട്ട് നോക്കാം. പിള്ളേർ എത്ര സിൻസിയർ ആയിട്ടാണ് അറിയാമോ പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങളെ പറ്റി എനിക്കിപ്പോ നിങ്ങളുടെ ക്ലാസ് എടുത്തത് തന്നെ എനിക്കിപ്പം വലിയ നാണക്കേടായിരിക്കുവാ. സ്റ്റാഫ് റൂമിലെ എല്ലാ ടീച്ചേഴ്സിന്റെ മുമ്പിൽ ഞാൻ നിങ്ങളുടെ കംപ്ലൈൻസ് കാരണം നാണം കെട്ടിരിക്കുക. അഞ്ജലി ടീച്ചറാണ് എന്നെ നാണം കെടുത്ത് ഒരു വഴിക്കാക്കുക. ഈ യൂത്ത് ഫെസ്റ്റിവലിനെങ്കിലും നിങ്ങൾ എന്റെ മാനം രക്ഷിച്ചില്ലെങ്കിൽ നോക്കിക്കോ, എല്ലാത്തിനെയും ഞാൻ ശരിയാക്കും. നിങ്ങൾ നല്ല ടാലന്റഡ് ആണ് മക്കളെ. നിങ്ങളുടെ ടാലന്റ് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് എത്രത്തോളം ടാലന്റ് ഉണ്ടെന്നുള്ളത്. നിങ്ങൾ ശരിക്കും അതൊന്ന് പ്രാക്ടീസ് ചെയ്തൊന്ന് പുറത്തെടുത്താൽ മാത്രം മതി. നിങ്ങൾ മാക്സിമം ഉളപ്പി നടക്കുക. ഒരു ടീച്ചർ എന്ന നിലയിൽ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്? നമ്മുടെ കൊമേഴ്സ് ബാച്ചിനെ നാണം കെടുത്താതെ നമ്മുടെ കൊമേഴ്സ് ബാച്ചിന്റെ പേര് നിങ്ങളിലൂടെ തന്നെ ഉയരണം. ഈ സ്കൂളിൽ നിങ്ങൾ ഇത്രയും ഇൻസൾട്ട് ചെയ്ത ടീച്ചേഴ്സിന്റെ മുമ്പിൽ നിങ്ങൾ തന്നെ ഉയരണം. അതുകൊണ്ട് ഈ യൂത്ത് ഫെസ്റ്റിവലിൽ വിൻ ചെയ്തേ പറ്റത്തുള്ളൂ. കേട്ടല്ലോ മക്കളെ? എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് ക്ഷീണിച്ചിരിക്കുവാണോ? എനിക്ക് ഏതായാലും 100% ഉറപ്പാ നമ്മൾ ജയിക്കും. ഡേറ്റിംഗ് അടുത്തല്ലോ. അവരാണ് പ്രാക്ടീസ് ഒന്നും നടത്തിയിട്ടില്ല ഇതുവരെ. അതെന്ന് വെച്ചാൽ ഞാൻ ഈ ക്ലാസ്സിൽ ഇങ്ങോട്ട് കയറുന്നതും വരെ അവരൊന്നും ചെയ്തിട്ടില്ല. ഏതായാലും ഈ ലാസ്റ്റ് നിമിഷമൊക്കെ ചെയ്തിട്ട് എന്തോ കാണിക്കാനല്ലേ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ പൊളിയാട്ടോ. ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു, നല്ല റിസൾട്ടും ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ എത്ര ടാലന്റഡ് ആണെന്ന്? സയൻസ് ബാച്ചിനെ
എന്തായാലും തന്നെ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് അറിയട്ടെ, പിടിക്കുമോ? ആരാ പിടിക്കുന്നതെന്ന് വെച്ചാൽ പിടിച്ചോ, ഒന്ന് ഷെയർ ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് പഠിക്കുന്നതിനും കൂടെ വരണം. ഇത്തവണത്തെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളായിരിക്കണം ടോപ്പ് കേട്ടോ. നമ്മൾ ഉറപ്പരാന്നുള്ള ഒരു ചിന്ത ഈ സ്കൂളിൽ നമുക്ക് മാറ്റിയെടുക്കണം. ഓക്കെ മക്കളെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെ ഞാൻ കണ്ടുകൂട്ടി അങ്ങ് വിശ്വസിച്ചു പോയി. എല്ലാ ടീച്ചേഴ്സിൻ്റെയും മുന്നിൽ ഞാൻ നിങ്ങളെ ഒരുപാട് ഉയർത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഇപ്പം എന്തായി? ഇനി എങ്ങനെ ഞാൻ ആ കൊമേഴ്സ് ടീച്ചറിൻ്റെ ഒക്കെ മുഖത്ത് നോക്കും? സാരമില്ല, പോട്ടെ. ഇനി എക്സാം വരുമല്ലേ, അതിനെങ്കിലും നിങ്ങൾ പഠിച്ച് കേട്ടോ. താങ്കൾ അവിടുത്തെ ആഘോഷം കേട്ടില്ലേ? ഇതൊരുമാതിരി ഒരു ചത്ത വീട് പോലെ എന്തൊക്കെയായിരുന്നു. വിഷമിക്കണ്ട, എല്ലാവരും ഒന്ന് ചില്ലായിരിക്കും, എല്ലാവരും ചില്ലായിരിക്കും. പോട്ടെ പോട്ടെ, സാരമില്ല. ടീച്ചറേ, ഒരു ലഡ്ഡു കഴിച്ചു. മേടിക്കുന്നേ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആക്കി എടുക്കണ്ടായോ? ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പിള്ളേർ നേടുമെന്ന്, നേടിയില്ലേ? ഇതില്ലേ ടീച്ചറെ, ഒരുപാട് പ്രാക്ടീസിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ടീച്ചർ എന്ന നിലയ്ക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ആരെയും ടീച്ചറെ അടിച്ചു താഴ്ത്തല്ല. എല്ലാവർക്കും ഉയർച്ചയും താഴ്ചയും എല്ലാം വരും. കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ കൊമേഴ്സ് എന്നോ സയൻസ് എന്നോ ഒന്നും വലിയ വ്യത്യാസം കാണിക്കരുത് കേട്ടോ. ഇത് ടീച്ചറിൻ്റെ ഒരു പാഠമായിക്കോട്ടെ. ഇതെന്തായാലും കഴിക്കും.